എന്ത് ശബ്ദമാണത്? സാറേ, ഞാനാ മന്മഥനാ. പേടിച്ചു പോയോ? ഓ മന്മഥ, താനെന്താ റോഡ് പേടിയാന്നും പറഞ്ഞിട്ട് ഇപ്പൊ താനെന്താ ഒറ്റയ്ക്ക് ഈ വഴിക്കൊക്കെ, അതും തനിച്ച് സൈക്കിളും ചവിട്ടി? അതൊന്നുമില്ല സാറേ. അതിപ്പോ ഒരു ഏലസ് ഞാൻ ജപിച്ച് കെട്ടിയിട്ടുണ്ടേ, അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെ നടക്കുന്നേ. പക്ഷെ സാറുമാരുടെ ധൈര്യം സമ്മതിക്കണം. ഇന്ന് നല്ല മൂടുള്ള ദിവസം. ഈ ചായ അടിക്ക്. അയ്യോ, എനിക്ക് വേണ്ട സാറേ. സാരമില്ല, താൻ കുടിക്കേ. ഇല്ല, വേണ്ട. കുടിക്കുന്നേ? വേണ്ട വേണ്ട, ഞാൻ കുടിക്കാറില്ല. ഞങ്ങളുടെ നാട്ടിലെ ഈ കൊളക്കോഴി എടുത്ത് ഫ്രൈ ചെയ്തതും നാടൻ കോഴി ഫ്രൈ ചെയ്തതൊക്കെ ഫേമസാ. അത് വിളമ്പിത്തരാൻ ഒരു പെണ്ണുണ്ടെങ്കിലേ അതിന്റെ ഒരു സുഖം വേറെ തന്നെയാ. ശരിക്കും എന്താ ഒരു കൊളക്കോഴി പിടിച്ച് ഫ്രൈ ചെയ്താലോ? അപ്പൊ ഞങ്ങളുടെ നാട്ടിനെ പറ്റി ആരും ഒന്നും പറഞ്ഞു തന്നില്ലേ? നിങ്ങളുടെ നാടിനെ കുറിച്ച് നിങ്ങളല്ലാതെ വേറെ ഒരു മനുഷ്യനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം അതൊരു രക്ഷയില്ല. പിന്നല്ല, പാണ്ഡവപുരം എന്ന് പറഞ്ഞ ചുമ്മാതാ, എല്ലാം സ്പെഷ്യലാ ഇവിടെ. അല്ല, അതുകൊണ്ട് നിങ്ങളുടെ ഈ നാടിനെ പാണ്ഡവപുരം എങ്ങനെ വരുമെന്ന്? അത് പിന്നെ ഈ ഇതെന്ത് പറ്റി ഈ സമയത്തേക്ക് ഇങ്ങനെ കടന്നു പോകുന്നു? അത് വിട് സാറന്മാരെ. പുരാണത്തിലെ പാണ്ഡവരില്ലേ, അവർ വനവാസത്തിലിരിക്കുന്ന സമയത്ത് എല്ലാ കാട്ടിലും ചുറ്റിത്തിരിഞ്ഞ് ഈ കാട്ടിലേക്കാണ് വന്നേ. അന്നിവിടെ ഭയങ്കര ശക്തിയുള്ളൊരു മുനി ഉണ്ടായിരുന്നത്രേ. പാണ്ഡവർ വന്ന ആ മുനിയെ കണ്ട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ മുനി എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട്, അതായത് നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരു അമ്പലം കെട്ടി തീർക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷമവും പ്രശ്നവും മാറുമെന്ന്. പാണ്ഡവർ അമ്പലം പണിയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവർ ഈ കെട്ടുന്ന കണ്ടിട്ടേ നമ്മുടെ കംസനില്ലേ, അദ്ദേഹമേ മഹാഭാരത കഥയൊക്കെ ആകെ തലതിരിഞ്ഞു പോവല്ലോ ഭഗവാനെ എന്ന് ചിന്തിച്ചിട്ടേ സൂര്യഭഗവാന്റെ സഹായത്തോടെ ഒരു കല്ല് കോഴിയാക്കി മാറ്റി നേരം വെളുക്കുന്നതിന് മുമ്പ് ആ കോഴിയെ കൊണ്ട് കൂവിക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ നേരം അങ്ങോട്ട് വെളുത്തു. പാണ്ഡവർ അമ്പലം പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അത് പാതിക്ക് ഉപേക്ഷിച്ചു. ആ പണിയൊക്കെ അവിടെ തന്നെ വിട്ടിട്ട് രാത്രിക്ക് രാമാനം അവരോടി രക്ഷപ്പെട്ടു. അന്ന് മുതലാണ് ഞങ്ങളുടെ നാടിന് പാണ്ഡവപുരം എന്ന പേര് വന്നത്. പിന്നെന്താ സംഭവിച്ചെന്നറിയോ സാർമാരെ? ഈ പാണ്ഡവര് പോയതിനു ശേഷമേ ചുറ്റിനും ഉണ്ടായിരുന്ന നാടുകളെല്ലാം നശിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ചത്തുപോയി ആത്മാക്കളായി മാറി. ആ ആത്മാക്കളെല്ലാം പാണ്ഡവപുരത്തെ അമ്പലമില്ലേ, അതിനകത്ത് വന്ന് അഭയം പ്രാപിച്ചു. ആത്മാക്കളെല്ലാം ചേർന്ന് ആ അമ്പലം പണിഞ്ഞ ദിവസമില്ലേ, അന്നവിടെ പൂജ നടത്തുമെന്നാ പറയാറ്. കോഴിയുടെ രക്തം കുടിക്കാറുണ്ടത്രേ. അതുകൊണ്ടാ സാറുമാരെ ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും ആ കാട്ടിനകത്തേക്ക് പോവാൻ വല്ലാതെ പേടിക്കുന്നേ. ഇതൊക്കെ താൻ ശരിക്കും നേരിട്ട് കണ്ടിട്ടുണ്ടോ? അയ്യോ സാറേ, അതൊന്നും കാണാൻ ഞാനുണ്ടായിരുന്നില്ല. എന്റെ മുത്തശ്ശി പറഞ്ഞു. എന്റെ പൊന്നു മന്മഥ, ഇത്രയും സമയമായിട്ട് അങ്കിത വരാത്തെന്തുകൊണ്ടാണ്? ഒന്ന് സൂക്ഷിച്ചേക്കണേ, അവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലമാണ്. എന്റെ പൊന്നേട്ടാ, ഞാൻ കാണാത്ത ആഴമൊന്നും ഉണ്ടാവില്ലെന്നേ. നിങ്ങളൊക്കെ എവിടെന്നാ പിള്ളേരെ? ഞങ്ങളങ്ങ് മൈസൂരിന്നാ. ഞാനും പണ്ട് അങ്ങോട്ടേക്കൊക്കെ ഒരുപാട് തവണ വന്നിട്ടുള്ളതാ. എന്തൊരു ജനസാഗരം അവിടെ. നിങ്ങൾ ഇവിടെ ആരുടെ വീട്ടിലേക്കാണ് വന്നേ? പട്ടേലിന്റെ വീട്ടിലേക്ക് വന്നതാ. ഓ, അങ്ങനെ പറ. പട്ടേൽ സാറിന്റെ സ്വന്തക്കാർ വല്ലതും ആണോ? ചാൻസ് ഉണ്ടായിരുന്നു. അല്ലല്ല, ഞങ്ങൾ ഈ നാളെ കുറിച്ച് ചുറ്റി കാണാൻ വേണ്ടി വന്നതാ. ഇവിടെ അടുത്ത് പുലിമനയിലോ താമസിക്കുന്നത്. പുലിമനയല്ലോ? നിങ്ങൾക്ക് തലയ്ക്ക് വലിയ ഭ്രാന്തുണ്ട്. അത് കുറച്ച് പ്രശ്നമൊക്കെ ഉള്ള വീടാ. വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? അങ്കിത, വാ. അതെ അങ്കിത, നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങള് നാടും ചുറ്റി കാണിക്കാൻ കൊണ്ടുപോയില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് വരുന്നവരെയൊക്കെ നാട് കാണിക്കാൻ പറ്റുമോ? അതൊന്നും പറ്റി ഞങ്ങൾ കൊണ്ടുപോയി കാണിക്കാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അല്ല, ഞങ്ങൾ നിങ്ങളുടെ നാട് കാണാൻ വേണ്ടി എവിടേക്ക് വന്ന്? അയ്യോ, ഞാൻ നിങ്ങളെ നാട് കാണിച്ചു തരാൻ തന്നെ വന്നിരിക്കുന്നത്. ശരി ശരി, എന്നാ പോവാ. നിങ്ങളുടെ നാടിന്റെ സൗന്ദര്യമൊക്കെ ഞങ്ങളും കൂടി കാണട്ടെ. ശരി. തങ്കപ്പ ചേട്ടാ, നമ്മുടെ കുമാരപുര ക്ഷേത്രത്തിലെ തേവരെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്തേ. കുമാരരാമൻ എന്ന് പറഞ്ഞാൽ അത് വെറും ദൈവം മാത്രമല്ല, അദ്ദേഹം വലിയൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പൊക്കാൻ കാരണമായ ആളാ. അവൻ കാളിദേവിയുടെ പരമഭക്തനുമാണ്, ഒരു ദീർഘദർശി. നമ്മൾ ഈ ഉത്സവങ്ങളൊക്കെ കൊണ്ടാടാറുണ്ടല്ലോ, അതുപോലെ അവരും ഒരു ഉത്സവം കൊണ്ടാടാറുണ്ട്. അത് നടത്തുന്നത് പോലും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാ.
ഇതെന്ത് സംഭവം? വലിയൊരു തൂണൊക്കെ. ഇത് കേണൽ തൂണ, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാ. ആയിരിക്കുന്നതാരാ? അവരുടെ പേര് രത്നന്ന. ഞങ്ങളുടെ വീട്ടിലെ ജോലി ചെയ്യുന്ന രംഗൻ ചേട്ടന്റെ പെങ്ങളാ. ഇവിടെ വന്നിരിക്കുന്നത്? അവള് എപ്പോഴും ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. പാവം, ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചുപോയി വിധവയാകേണ്ടി വന്നു. പക്ഷേ അവളുടെ ഭർത്താവിന്റെ മരണശേഷം പ്രേതമായിട്ട് വന്ന് നാട്ടുകാരെയൊക്കെ പേടിപ്പിക്കുന്നുവെന്ന് മൊത്തത്തിലൊരു പറച്ചിലുണ്ട്. മരിച്ചു പോയതിനു ശേഷം പ്രേതമായിട്ട് വന്ന് ശല്യപ്പെടുത്തുന്നു? എന്റെ പൊന്നങ്കിത്തെ നീ അതൊക്കെ വിശ്വസിക്കാ? അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒന്നുണ്ട്. ശരീരത്തിന് മരണം ഉണ്ടാവും, പക്ഷെ ആത്മാവ് ഒരിക്കലും മരിക്കില്ല. അതൊക്കെ പോട്ടെ. 1000 വർഷം പഴക്കമുള്ള തലച്ചോറിനെ പറ്റി റിസർച്ച് ചെയ്യാൻ വേണ്ടി ശ്രീലങ്കയ്ക്ക് പോവാ ഞാൻ. ഐ ഹാവ് ടു പാക്ക് മൈ ലഗേജസ്. രാത്രിയിലേക്കുള്ള ഫുഡ് ഞാൻ കൊടുത്തയച്ചേക്കാം. ആ സാറന്മാരെ, നിങ്ങളെന്താ ഇവിടെ? എടോ മന്മത, താൻ ഞങ്ങളിങ്ങനെ ഫോളോ ചെയ്തോണ്ടിരിക്കുന്നതിന്? അയ്യേ ഛേ, അങ്ങനെയൊന്നും അല്ല. ഞാനിവിടെ ഒരു ലെറ്റർ കൊടുക്കാൻ വന്ന, അതല്ലേ ഈ വഴിക്ക്. എന്റെ പൊന്നു മന്മത, ഇപ്പോഴും ആൾക്കാർ ലെറ്റർ അയക്കുന്നുണ്ട്. ഇപ്പൊ ആരാ സാറേ ലെറ്ററൊക്കെ എഴുതുന്നേ? ഈ മൊബൈൽ വന്നതിന് ശേഷം ആരെങ്കിലും പേപ്പറും പേനൊക്കെ ആയിട്ട് കുത്തിരിക്കുവോ? ഇതിപ്പോ 1-2 ഗവൺമെന്റ് ലെറ്റേഴ്സാ. പെൻഷൻ കാശൊക്കെ കൊടുക്കാനാ സാറേ. ഓ, ഒരു കാലത്ത് താനും കുറെ ലെറ്റർ എഴുതിയ പോലെ ഉണ്ടല്ലോ. ഞാൻ ലെറ്റർ ഒന്നും എഴുതിയിട്ടില്ല സാറേ. എന്റെ ജോലി ലെറ്റർ കൊടുക്കാന്നുള്ളതാ. എനിക്ക് ചെറിയൊരു ഡൗട്ട്, തന്റെ ഉള്ളിൽ മറ്റൊരു മന്മഥൻ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന്. സാറേ വെറുതെ തമാശ പറയാൻ നിൽക്കല്ലേ. എടാ നോക്കി, സഹാത്മം നാണം ഒന്ന് പോയി വരുന്നുണ്ട്. സാറേ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ശരിയാ രാഹുൽ, അങ്ങിത കുറച്ച് ബുക്സ് തന്നു അയച്ചിട്ടുണ്ട്. കഴിച്ചിട്ടൂടാ? എനിക്ക് മതി. നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? എന്തോ ശബ്ദം കേട്ട പോലെ തോന്നി. ശരി, അധികം ആരാത്? ആരാതെന്ന്